ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കുചേരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി സിബിസിഐ ആസ്ഥാനത്ത് വൈകിട്ട് നടക്കുന്ന ചടങ്ങുകളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. സിബിസിഐ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ. സിബിസിഐ ആസ്ഥാനത്തിന് സമീപമുള്ള സേക്രഡ് ഹാർട്ട് ദേവാലയം മോദി സന്ദർശിച്ചേക്കും. ആർ കിരൺ ബാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. കിരൺ, എന്തൊക്കെയാണ് മോദിയുടെ പരിപാടികൾ അവിടെ? അശ്വതി, പ്രധാനമന്ത്രി നേരിട്ട് ഇങ്ങനെ ഒരു ആഘോഷത്തിൽ, പ്രത്യേകിച്ച് സിബിസിഐയുടെ ആസ്ഥാനത്തിൽ, ഇന്ത്യയിലെ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ആണ്, അത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ക്രിസ്ത്യൻ സംഘടനയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ സംഘടന, പുരോഹിതന്മാരുടെ സംഘടന എന്ന് തന്നെ പറയാം. അവർ സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് ആഘോഷത്തിൽ പ്രധാനമന്ത്രി പങ്കുചേരുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് ഇങ്ങനെ ഒരു വിവരം അറിയിച്ചത്. ഡൽഹിയിൽ പ്രധാനമന്ത്രി ഓഫീസിന് വളരെ അടുത്ത്, ഡൽഹി നഗരത്തിന് കേന്ദ്രത്തിൽ തന്നെയാണ് ഗോൾഡാഖാനയോട് ചേർന്ന് സിബിസിഐ ആസ്ഥാനമുള്ളത്. സിബിസിഐ ആസ്ഥാനത്ത് തന്നെയാണ് ഈ സേക്രഡ് ഹാർട്ട് ദേവാലയമുള്ളത്. ആ ദേവാലയത്തിൽ വെച്ചിട്ടാണ് ക്രിസ്മസ് ആഘോഷം നടക്കുന്നത്. ഡൽഹിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്മസ് ആഘോഷം നടക്കുന്ന 24-ന് രാത്രി ക്രിസ്മസ് ആഘോഷം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയത്തിൽ ഒന്നാണ് ഈ സേക്രഡ് ഹാർട്ട് ഗോൾഡാഖാനയിലെ പള്ളി. നിരവധി വിവിധ സംസ്ഥാനക്കാരായ നിരവധി ക്രൈസ്തവ വിശ്വാസികൾ ഈ പള്ളിയിലേക്ക് എത്തുകാറൊക്കെ ഉണ്ട്. അവിടെയാണ് ഇന്ന് വൈകുന്നേരം നടക്കുന്ന പ്രത്യേക ക്രിസ്മസ് ആഘോഷത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി അത്തരം ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും ക്രിസ്ത്യൻ മതവിഭാഗവുമായി BJPയും കേന്ദ്ര സർക്കാരും കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അത്തരം ഒരു സന്ദേശം നൽകാൻ ആഗ്രഹിക്കുന്നു എന്ന രാഷ്ട്രീയ ചിത്ര സന്ദേശം കൂടിയാണ് ഇതുവഴി നൽകുന്നത്. കർദിനാൾമാരും ബിഷപ്പുമാരും അടക്കമുള്ള ക്രിസ്ത്യൻ സഭകളുടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഈ വൈകുന്നേരം നടക്കുന്ന ക്രിസ്മസ് പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവരുമായി മോദി അനൗദ്യോഗികമായ ഒരു ചർച്ചയും നടത്തുന്നുണ്ട്, അവരുമായി കൂടിക്കാഴ്ചയും നടത്തുന്നുണ്ട്. ഒപ്പം ഈ ക്രിസ്മസ് ആഘോഷത്തിലും പങ്കെടുക്കുന്നുണ്ട്. 2 ദിവസം മുമ്പ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വീട്ടിൽ നടന്ന ക്രിസ്മസ് ആഘോഷത്തിലും അദ്ദേഹം പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നു. അവിടെ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുകയും അത് ക്രിസ്മസിനോടനുബന്ധിച്ച പരിപാടികൾ കാണുകയും ഒക്കെ ചെയ്തിരുന്നു. ആ പരിപാടികൾ കാണുന്ന ശേഷം അദ്ദേഹം തന്നെയാണ്, പ്രധാനമന്ത്രി തന്നെയാണ് ട്വിറ്റർ എക്സിൽ ഈ ചിത്രങ്ങളടക്കം പങ്കുവച്ചത്. എന്തായാലും BJP ആ തരത്തിലേക്ക്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ആ തരത്തിലേക്ക് ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുമായി അത്തരം ഒരു അടുപ്പം സൂക്ഷിക്കാനുള്ള ഒരു താല്പര്യം, അല്ലെങ്കിൽ അത്തരം ഒരു സന്ദേശം നൽകാൻ ആഗ്രഹിക്കുന്നു എന്നതാണ്. കേരളത്തിലടക്കമുള്ള പ്രധാനപ്പെട്ട BJP നേതാക്കൾ ക്രിസ്ത്യൻ വീടുകളിൽ കേക്കുമായും അല്ലെങ്കിൽ ക്രിസ്മസ് സന്ദേശവുമായി എത്തുന്നുണ്ട്. ഇത് രാജ്യത്താകമാനം BJPയും കേന്ദ്ര സർക്കാർ നടത്തുന്ന ഒരു നീക്കത്തിന്റെ ഭാഗം കൂടിയായി ഇതിനെ കാണേണ്ടി വരും. ശരി, ആർ കിരൺ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.